ഹായ് ഹലോ. അപ്പം ഞാൻ ഇന്നിവിടെ എന്താ ലഞ്ചിന് കഴിക്കണേന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വന്നാട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാനൊരു ജ്യൂസ് കൂടെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ജ്യൂസ് മാങ്ങയും പിന്നെ ഒരു സ്ട്രോബെറിയും കൂടി ഇട്ടുള്ളൊരു ജ്യൂസാണ്. ഈ ബ്ലെൻഡർ ഉണ്ടല്ലോ, ഇത് പോർട്ടബിൾ ബ്ലെൻഡറാണ്. ഇത് ഞാൻ ഇവിടെ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വലിയ മിക്സറൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു ബ്ലെൻഡർ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് അതെടുത്ത് യൂസ് ചെയ്യാമല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ വന്നിട്ട് രണ്ടാമത്തെ ബ്ലെൻഡറാട്ടോ ഞാനത് യൂസ് ചെയ്യണേ. പക്ഷേ എൻ്റെ മാതിരി ഇവിടെ ജോലി എടുക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ബ്ലെൻഡർ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം നമ്മളിങ്ങനെ ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മളിത് ആവശ്യത്തിന് ചാർജൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാലും നമ്മൾ റൂമിൽ പോകുന്ന സമയത്ത് എടുത്തുകൊണ്ട് പോയി നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കുടിക്കാനൊക്കെ എളുപ്പമാണ്. അപ്പം ഞാൻ ആദ്യം വാങ്ങിയൊരു ബ്ലെൻഡർ ഇതായിരുന്നു. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയാണ്. ഇതിന് 75 ദിർഹംസ് ആയിരുന്നു. പക്ഷേ ഇത് ഒരു നല്ല ക്യൂട്ടായതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വർക്ക് ചെയ്യാണ്ടായിപ്പോയി. ഇത് ഹോൾസൺ മാർക്കിൻ്റെ കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഒരു 1 ഇയർ വാറണ്ടി ഒക്കെ ഉണ്ട്. പിന്നെ തന്നെയല്ല, അതിൻ്റെ മോട്ടറൊക്കെ അത്യാവശ്യം ഹെവിയാണ്, പെട്ടെന്ന് ബ്ലെൻഡായി വരും. അപ്പോൾ ഞാനിങ്ങനെ പുറത്തിരുന്ന് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. ഇവിടെ 5 മണിയായി ശരിക്കും കഴിക്കുന്നത്. ലഞ്ചാണെങ്കിലും 5 മണിയായപ്പോഴാണ് കഴിക്കണേ. 5 മണിക്കാണ് നല്ല ചൂടാട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കഴിക്കാൻ പോകണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വറാനാന്നാട്ടോ പറയുക. വിറക്കാനാന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. ഇത് മുന്തിരിയുടെ ഇലയാണ്. മുന്തിരിയുടെ ഇല ഇവർ വാങ്ങി നല്ല മാതിരി കഴുകി സെപ്പറേറ്റ് സൈസൊക്കെ അനുസരിച്ച് കീസിലാക്കി ഫ്രീസറിൽ വയ്ക്കും. എന്നിട്ട് എടുത്ത് ആവശ്യാനുസരണം നമ്മളിങ്ങനെ കുക്ക് ചെയ്തെടുക്കാട്ടോ ചെയ്യണേ. ഇതിൻ്റെ അകത്ത് ഫില്ലിങ്സ് വരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് ഉണ്ടാകും, പിന്നെ മട്ടനോ അല്ലെങ്കിൽ ചിക്കനോ കീമ ഉണ്ടാകും, തക്കാളിയും വെളുത്തുള്ളിയും പിന്നെ കുറേ ലൈം ജ്യൂസും ഒക്കെ ഇട്ടിട്ടാട്ടോ ഇവരിത് കുക്ക് ചെയ്തെടുക്കണേ. ഇതൊരു 1 hour എടുത്തിട്ടാണ് കുക്ക് ചെയ്യണേ. യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ ഇത് ഹരീസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കേട്ടോ. ഹരീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കിച്ചടിയുടെയൊക്കെ ഒരു പരുവത്തിലിരിക്കും. എന്താ പറയുക, ഗോതമ്പാണിത്. ഗോതമ്പും പിന്നെ ഇതുപോലെ തന്നെ മീറ്റും ഇട്ടിട്ട് വേറെ കുറേ ഐറ്റംസും കൂടെയൊക്കെ ഇടും. എന്നിട്ട് അതിങ്ങനെ വേവിച്ച് ഉടച്ചെടുക്കുന്നൊരു സംഭവമാണ്. ഇത് ആദ്യമൊന്നും എനിക്ക് കഴിച്ചിറങ്ങൂലായിരുന്നു, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മച്ചിയൊക്കെ ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എൻ്റെ ഉമ്മച്ചി പറഞ്ഞു കുറച്ച് മധുരം ഇട്ടിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ മധുരം ഇട്ട് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനത് ഇടക്കിടക്ക് കഴിക്കും. പിന്നെ ഇതൊരു സ്വീറ്റാണ്, എനിക്ക് തോന്നുന്നത് പേസ്ട്രിയാണ്, ആൽമണ്ടിൻ്റെ കേത്തി എടുത്ത് വെച്ചാട്ടോ. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ ചൂട് കാരണം ശരിക്കും മെൽറ്റായി ഇവിടെ. അപ്പോൾ നമ്മുടെ കോഴിക്കുട്ടന്മാരൊക്കെ ഈ സമയമാകുമ്പോഴാട്ടോ പുറത്തിറങ്ങണേ. കാരണം ഉച്ചക്കൊക്കെ ഇവർക്ക് പുറത്തിറങ്ങാനേ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇവർ ഏതെങ്കിലും മരത്തിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് അങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കും. എന്നിട്ട് ഈ സമയമാകുമ്പോൾ ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ ഞാനും കേത്തിയും പുറത്തിരുന്നാട്ടോ കഴിക്കാറുള്ളത് മിക്കവാറും ഫുഡ്. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനാകെ വേർത്ത് നാശമായിട്ടുണ്ടായിരുന്നു. ഒരു 7 മണിക്ക് ഇറങ്ങിയാലും ഇതൊക്കെ തന്നെയാണ് കേട്ടോ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഫുഡിനേക്കാൾ കൂടുതൽ വെള്ളവും ജ്യൂസൊക്കെ ആയിട്ടാണ് നമ്മളിവിടെ കുടിച്ചുകൊണ്ടിരിക്കണേ. അത്ര ചൂടാണ്. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്വെറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഇത്രയേ ഉള്ളൂ.